വാർത്തകളിലേക്ക് കടക്കാം. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക മുഖപത്രം. സഭാമേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായെന്നും വിമർശനം. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല. ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്നും മുഖപ്രസംഗം. ജി ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ശ്രീജിത്ത്, സജി ചെറിയാനെതിരെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പോലും വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം KCBCയുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ദീപിക പത്രം അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാനെതിരെ. എന്തൊക്കെയാണ് പ്രധാനമായും മുഖപ്രസംഗത്തിൽ പറയുന്നത്? പ്രധാനമായും ഇന്നലെ KCBC തന്നെ സജി ചെറിയാന്റെ ഈ നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സാധാരണഗതിയിൽ ദീപികയിൽ ലേഖനങ്ങളാണ് വരാറുള്ളത്. അതിനപ്പുറത്തേക്ക് ദീപികയുടെ നിലപാടായി തന്നെ മുഖപ്രസംഗമായി തന്നെ സജി ചെറിയാനും മുഖ്യമന്ത്രിക്കുമെതിരെ മുഖപ്രസംഗം വന്നിരിക്കുന്നു. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുകയാണ്. ഇതിന് ഒത്താശ ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അങ്ങനെയുള്ള മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായോ എന്നും ഈ ദീപിക ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. അണികളുടെ കയ്യടി നേടാൻ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ചരിത്രമുള്ള ആളാണ് ഇയാളെന്നും സജി ചെറിയാനെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ കോൺഗ്രസും BJPയും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷെ സർക്കാരിന്റെ ഒരു തുടർ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അതിന് പിന്നാലെയാണ് ദീപികയുടെ മുഖപ്രസംഗമായി ഈ വിഷയം വരുന്നത്. ശ്രീജിത്ത്, സ്വാഭാവികമായും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് മുന്നണിക്ക് ഏതു തരത്തിൽ ദോഷം ചെയ്യും? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരില്ലേ ഉടൻ? LDFനെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമായി അവർ ഇത് കരുതുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിലാകെ ബാധിക്കുക ഒരു പക്ഷേ കത്തോലിക്ക വോട്ടുകൾ കാര്യമായുള്ള കേരള കോൺഗ്രസ് എമ്മിനെയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി ഉള്ളത്. അതിനപ്പുറത്തേക്ക് CPM ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിലൂടെ കിട്ടുന്ന ക്രൈസ്തവ വോട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ് എന്നത് നമുക്ക് ഇതിനകം തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പെട്ടെന്നൊരു തിരുത്തലോ അല്ലെങ്കിൽ മറ്റൊരു നടപടിയോ ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ. ഇത്തരം പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതും അത് ബോധപൂർവമായിരിക്കാം രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും നടത്തുന്നത് എന്നും കരുതേണ്ടി വരും. എന്തായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഇത് വലിയൊരു മുറിവായി അല്ലെങ്കിൽ വലിയൊരു രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം ഈ ദീപികയുടെ ലേഖനം കൂടി കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഒരു സജി ചെറിയാനെതിരെയുള്ള ഒരു പരാമർശത്തിന് ഇടയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സമീപകാല ചരിത്രം നോക്കിയാൽ സ്വന്തം നേതാവായ സ്വന്തം MP ആയ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ പോലും അതിനോട് പ്രതികരിക്കാൻ ജോസ് കെ മാണിയോ തോമസ് ചാഴിക്കാടനോ ഒന്നും ഇതുവരെ തയ്യാറായിരുന്നില്ല. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ പറഞ്ഞതും ശരിയാണ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് തോമസ് ചാഴിക്കാടന്റെ ഒരു പ്രതികരണം പോലും നടത്തിയത്. അതുകൊണ്ട് തന്നെ LDFന്റെ ഒരു സമ്മർദ്ദത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം ഇതിൽ പ്രതികരിക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അവർക്ക് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കത്തോലിക്ക വോട്ട് ബാങ്കിൽ അത് ഉണ്ടാക്കുന്ന ക്ഷീണം അവർക്ക് മാത്രമാണ്, അവരെയാണ് കാര്യമായി ബാധിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. അത് ഒരുപക്ഷെ ഇന്നുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായെന്നും വിമർശനമുണ്ടായിരുന്നു. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നില്ല. ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. രാഷ്ട്രീയ കളിയിൽ എന്തുകൊണ്ട് ക്രൈസ്തവരെ അവഹേളിക്കണമെന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ദീപിക മുഖപ്രസംഗം എഴുതിയത്.